നമസ്കാരം, ഏവർക്കും കുരിട്സ്മാനയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ തട്ടിക്കൂട്ടിയാലോ? അപ്പോൾ എളുപ്പത്തിൽ അരമണിക്കൂർ കൊണ്ട് കുക്കറിൽ ഒരു സാമ്പാർ തട്ടിക്കൂട്ടാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കുക്കർ, നല്ല കട്ടിയുള്ളൊരു കുക്കർ എടുക്കുക. പിന്നെ എണ്ണമയമുള്ള തോരപ്പരിപ്പ് എടുക്കുക. അത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഏകദേശം ഒരു 1/2 കപ്പ് വരുന്ന തോരൻ പരിപ്പ്. ഈ പരിപ്പിന് തോരൻ പരിപ്പെന്നും തോരപ്പരിപ്പെന്നും ഒക്കെ പറയും, പിന്നെ സാമ്പാർ പരിപ്പെന്നും പറയും കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം 1/2 കപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. 2 വിസിൽ അല്ലെങ്കിൽ 2-3 വിസിൽ അടിച്ചിട്ട് ഒന്നെടുക്കാം. അത് വിസിൽ കണക്ക് പറയുന്നേ ഉള്ളൂ. സാധാരണയായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് വിസിലടിച്ചെടുക്കാനായിട്ട്, എന്നാലേ ഇത് വേഗമുള്ളൂ. അപ്പോൾ ഇതാ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ആവിയിലിരുന്ന് ആ പരിപ്പൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയില, അമരയ്ക്കപ്പയറില്ലേ, അത് ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, ഉള്ളി അല്ലെങ്കിൽ സവാള, ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി, പിഴുപുളിയാണ്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ആ ഒരു പിഴുപുളി ഒഴിക്കുന്ന സമയമാകുമ്പം നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. നമുക്കിതൊന്ന് നല്ല നല്ല കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള കഷ്ണങ്ങളാക്കി എടുക്കണേ. ഈ ഒരളവിൽ വേണം കഷ്ണങ്ങളാക്കി എടുക്കാൻ. എളുപ്പത്തിൽ നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയും ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കഴുകിയ വെള്ളത്തിലിടാം. ഇനി നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതേ ഈ പരുവത്തിൽ വേണം തോരപ്പരിപ്പ് വെന്ത് വരാനായിട്ട്. ഇതിനകത്തേക്ക് നമുക്കിനി കഴുകി വെച്ചേക്കുന്ന മുരിങ്ങയ്ക്കയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അമരയ്ക്കപ്പയറും ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഉള്ളി ഇതിൻ്റെ കൂടെ വെള്ളത്തിൽ ഇട്ട് വെക്കരുതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ബലം പോവും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കണം. എന്തെന്നാൽ ഇതിനടിയിൽ ഈ പരിപ്പ് ചിലപ്പം ചെറുതായിട്ട് എങ്ങാനും ഒന്ന് കരിഞ്ഞാലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സാമ്പാറിന് നല്ല കരിവ് എന്നുവെച്ചാൽ കരിഞ്ഞതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. ഒരു ചെറിയൊരു കട്ട കായം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ തന്നെ കായം നിങ്ങൾ എടുക്കാൻ നോക്കണം. ഒരു പീസ് കായം, പിന്നെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിക്കുക. നമ്മൾ സാധാരണയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും വിഷത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനും, ഉപ്പ് ചേർക്കുന്നതിനകത്ത് കഷ്ണത്തിനകത്ത് ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയില്ലേ, അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ആ വെള്ളമില്ലേ, ആ വെള്ളം കളഞ്ഞേക്കണം. എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് പിഴിഞ്ഞ് വെക്കാം. ഇനി കടുകൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിതൊന്ന് പിഴിഞ്ഞ് വെക്കാനുള്ള സമയം കാണില്ല. അപ്പോൾ നേരത്തെ ഇതൊക്കെ ഒന്നും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പൊടി ഇട്ടതിന് ശേഷം മുളകൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊടിയൊക്കെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു ഒറ്റ വിസിലും പിന്നെ അതിൻ്റെ ആവി പോകുന്നിടം വരെയുള്ള ആ ഒരു വേവൽ മതിയാവും ഈ സാമ്പാറിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരുപാട് വെന്ത് പോകേണ്ട സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ. ഇനി നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ആയാലും മതി. അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ഷടയെന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കടുക് എടുത്ത് വെക്കണം, കറിവേപ്പില എടുത്ത് വെക്കണം, മല്ലിയില, പിന്നെ വറ്റൽമുളക്. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിച്ച് വരും. ഇങ്ങനെ പടപടേന്ന് സൗണ്ട് വരും. അപ്പോൾ അതിൻ്റെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് പൊട്ടിത്തെറിക്കുന്നതുണ്ടോ, പടപടേന്നാണ് പൊട്ടിത്തെറിക്കുന്നത്. മാറി നിൽക്കുക, അല്ലെങ്കിൽ ദേഹത്തൊക്കെ വീഴും. എന്നിട്ട് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് ഓടിക്കോ. അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നമ്മൾ ഇനി പൊടി ഇടുമ്പോഴത്തേന് അതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി ചില്ലിയാണ്. എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ഇടുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ പൊടിയിടാവൂ, അല്ലെങ്കിൽ സാധനം കരിഞ്ഞു പോവും. ഇപ്പോൾ കണ്ടാൽ കരിഞ്ഞു പോയെന്ന് തോന്നും, പക്ഷേ കരിഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മളിനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു അരക്കപ്പ് വെള്ളത്തിലുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് പുളി അനുസരിച്ച് നമുക്ക് കലക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അരക്കപ്പ് വെള്ളത്തിലുള്ള പുളി ഈ പൊടി മിശ്രിതത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പുളി അനുസരിച്ച് നമുക്കതിനകത്ത് കറിയിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ആദ്യം അരക്കപ്പ് വെള്ളത്തിൻ്റെ പുളി ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ഒഴിക്കാവൂ. അല്ലെങ്കിൽ ആ പുളിയുടെ ആ ഒരു ചവർപ്പ് അല്ലെങ്കിൽ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിൻ്റെ ഫ്ലെയിം കൂടെ ഓണാക്കി വെച്ചേരെ. അപ്പോൾ നമ്മൾ ഈ പുളിയുടെ മിശ്രിതം അതിനകത്ത് ഒഴിക്കുമ്പോൾ ആ ചൂടുകൊണ്ട് അതിൻ്റെ പച്ചമണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അല്ലെങ്കിൽ നമ്മൾ ഇനി പുളി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൊടി മിശ്രിതം അല്ലെങ്കിൽ പുളിവെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അമ്മച്ചിമാർ ചെയ്യുന്ന പോലെ തന്നെ ഒരു തവി ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം, ഒരു തവി സാമ്പാറിൻ്റെ ആ കൂട്ട് അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള അരപ്പ് അതിൽ നിന്ന് എടുക്കുക. അത് നമ്മുടെ തനതായ ശൈലിയല്ലേ, അത് നമ്മളുടെ സ്വന്തം ട്രഡീഷണൽ സ്റ്റൈലാണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അരപ്പൊക്കെ അതിനകത്തേക്ക് ഒന്ന് വടിച്ചതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. ചില ആളുകൾക്ക് ഒത്തിരി മല്ലിയില ഇഷ്ടമാണ്. ഇപ്പം ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അത് ഇഷ്ടമനുസരിച്ച് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പിടാവേ, അല്ലെങ്കിൽ പണി കിട്ടുവേ. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വെള്ളം പോലെ തോന്നും, പക്ഷേ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോഴത്തേന് അത്യാവശ്യം കുറുകിയ സാമ്പാർ ശരിയാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ 30 മിനിറ്റിനകത്ത് വെച്ചിട്ട് ഒരു അടിപൊളി സാമ്പാർ റെഡിയായി. എൻ്റെ ഈ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.